രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ, അതുപോലെ തന്നെ വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും അതുപോലെ തന്നെ ഭൂമിയിലുമൊക്കെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളിലും സൃഷ്ടികളിലുമൊക്കെ ലആയാതിൽ ലിഖൗമി യത്തഖൂൻ, തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ലിഖൗമി യത്തഖൂന, ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിലെ 6-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ അറിയിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് ഇവിടെ അല്ലാഹു നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്? നമുക്ക് ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ നിലക്കുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇവിടെയുള്ള കാലാവസ്ഥകൾ വ്യത്യാസപ്പെടുന്നത്, രാവും പകലും മാറി മാറി വരുന്നത്, അതിൽ തന്നെയും ചില ഘട്ടങ്ങളിൽ രാവ് ദീർഘമാണ്, പകലുകൾ ചുരുക്കമാണ്. വേറെ ചില ഘട്ടങ്ങളിൽ പകലാണ് ദൈർഘ്യമുള്ളത്, രാത്രി ചുരുക്കമാണ്. ചില കാലഘട്ടങ്ങളിൽ രണ്ടും സമമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു കടന്നു പോകുന്ന ഈ ഒരു പ്രത്യേകമായ സാഹചര്യം 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയുമായി സമാസമമായി പോവുകയാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഇവിടെ ഈ കാര്യങ്ങൾ സംവിധാനിക്കുന്ന വിധത്തിൽ സൂര്യന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന അതുപോലെയുള്ള സംവിധാനങ്ങളിൽ എല്ലാ അർത്ഥത്തിലുമുള്ള കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇവിടെയെല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ ആരുമില്ല. ഇതൊക്കെ യാദൃച്ഛികമാണ് എന്ന് പറയുന്ന വിഡ്ഢിത്തം വിളമ്പുന്ന ആളുകളെ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേ അവസരത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഇതിലൊക്കെ തഖ്വയുള്ള ചിന്തയുള്ള ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. തീർന്നില്ല. വമാ ഖലഖല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചവയിലും എവിടെയൊക്കെ ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമൊക്കെയായി നിരവധി സൃഷ്ടിജാലങ്ങളെയാണ് അവൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ആകാശത്ത് സൂര്യചന്ദ്ര നക്ഷത്രാദികളാകുന്ന വൈവിധ്യമാർന്ന ഗോളങ്ങൾ, അതേപോലെ തന്നെ റബ്ബിന്റെ മലായിക്കത്തുകളാകുന്ന സൃഷ്ടികൾ, മാത്രമല്ല ഭൂമിയിൽ അവൻ സംവിധാനിച്ചിട്ടുള്ള പർവ്വതങ്ങൾ, സസ്യലതാദികൾ, വൃക്ഷങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, ജന്തുജാലങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ സൃഷ്ടികൾ ആകാശങ്ങളിലും ഭൂമിയിലുമായി കൊണ്ടവൻ സൃഷ്ടിച്ചു വെച്ചതിലുമുണ്ട് ലആയാതിൽ ലിഖൗമി യത്തഖൂൻ, സൂക്ഷിക്കുന്ന തഖ്വയുള്ള ആളുകൾക്ക് അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഏതെല്ലാം രൂപത്തിലുള്ള സംവിധാനങ്ങൾ ആകാശഭൂമികളിൽ അവൻ ഏർപ്പെടുത്തി, ഒന്നും തകരാറിലാവാതെ മുന്നോട്ട് പോകുന്നതൊക്കെ കൃത്യമായ റബ്ബിന്റെ ദാലിക തഖ്ദീറുൽ അലീം, എല്ലാം അറിയാവുന്ന അസീസും അലീമുമായ അള്ളാഹുവിന്റെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെയാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അതൊക്കെ വെറും യാദൃച്ഛികമാണ്, അതൊക്കെ പെട്ടെന്ന് എല്ലാം വെറുതെ അങ്ങ് സ്വയംഭൂവാണ്, വെറുതെ അങ്ങ് പെട്ടെന്നുണ്ടായതാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാവരുതല്ലോ മനുഷ്യന്മാർ. അതുകൊണ്ട് തന്നെ യുക്തിവാദി ചമയുന്നവർ, നിരീശ്വരവാദം ചമയുന്ന ആളുകൾ, ഞങ്ങളാണ് ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്നവർ വിളമ്പുന്നത് തനിച്ച മഠയത്തരമാണ്, വിഡ്ഢിത്തമാണ്. മറിച്ച് ബുദ്ധിയും യുക്തിയും അംഗീകരിക്കുന്നത് ഇക്കാണുന്ന പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടിപ്പിന്റെയും അവയുടെ എല്ലാ നിയന്ത്രണങ്ങളുടെയും പിന്നിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. അതിന്റെ പിന്നിൽ ഒരു നിയന്താവുണ്ട്, അതിനൊരു സൃഷ്ടാവുണ്ട്. അവന്റേതായ പ്ലാനിങ്ങോടുകൂടെ തീരുമാനമനുസരിച്ചാണ് ലോകത്തെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ യാഥാർത്ഥ്യമാണ്. അതാണ് റബ്ബിന്റെ ഈ ഓരോ സൃഷ്ടിപ്പിനെ കുറിച്ചും ചിന്തിക്കും തോറും മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ബോധം ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരാരാധ്യനില്ല എന്ന കൃത്യമായ തൗഹീദിന്റെ കൃത്യമായ ആ നിലക്കുള്ള വിശ്വാസദാർഢ്യതയുടെ വശങ്ങളാണ് നമുക്കതിൽ കാണുവാൻ സാധിക്കുന്നത്. എന്നിട്ടും ഇതൊക്കെ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഇതിന്റെ പിന്നിൽ മറ്റൊരു ശക്തികൾക്കും പങ്കില്ലെന്ന് ഗ്രഹിച്ചിട്ടും
റഹ്മാനായ റബ്ബിനെ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, അവയെ പൂജിക്കുന്ന, അവയുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്ന, അതേപോലെ തന്നെ സാഷ്ടാംഗം നമിക്കുന്ന, ബലിയർപ്പണം നടത്തുന്ന ധാരാളക്കണക്കിന് നന്ദികേടിന്റെ ആളുകളെ ലോകത്ത് നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. എന്നല്ല, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ലോകത്ത് മഹാഭൂരിപക്ഷം ജനങ്ങളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് പോലും അവനിൽ പങ്കു ചേർക്കുന്നവരായ നിലയിലാണ് എന്ന് വരുമ്പോൾ മനുഷ്യർ എത്രത്തോളം ചിന്താശൂന്യരാണ്, ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നതിൽ എത്രത്തോളം ജനങ്ങൾ പിറകോട്ടാണ് എന്ന യാഥാർത്ഥ്യമാണ് അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഇതിലൊക്കെ തഖ്വയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറയുന്നത്. ശിർക്ക് ചെയ്യരുത് എന്നുള്ളതിന് ദൃഷ്ടാന്തം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ മറ്റാരെയും പങ്കു ചേർക്കരുത് എന്നുള്ളതിനുള്ള ആയത്തെന്ത്, തെളിവെന്തെന്ന് ചോദിച്ചാൽ, ആകാശഭൂമികളിലെ മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും ചൂണ്ടിക്കാണിക്കുവാൻ വിശ്വാസിക്ക് സാധിക്കും. അതെങ്ങനെയാണ്? ഇവിടെ അവയെ സൃഷ്ടിക്കുന്നതിലും പരിപാലിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലുമൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ലെങ്കിൽ ആ സൃഷ്ടാവിനെ മാത്രമാണ് മനുഷ്യർ ആരാധിക്കേണ്ടത് എന്ന കൃത്യമായ ലളിതമായ സത്യം, അതിനി മറ്റെന്ത് തെളിവുകളാണ് ആവശ്യമായിട്ടുള്ളത്? അത് തന്നെയാണ് അള്ളാഹു പറയുന്നതും. അതിലൊക്കെ തഖ്വയുള്ള, ശിർക്ക് ചെയ്യാതെ, തെറ്റുകൾ ചെയ്യാതെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നവർക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന്. ഈ രൂപത്തിൽ റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ, ഈ ആകാശഭൂമികളിൽ അത് നിലനിൽക്കേണ്ടതും നിലനിർത്തുവാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതും നമ്മുടെ കടമയാണ്. ഇവിടെ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായതൊക്കെ റബ്ബ് ഇവിടെ ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ. അവനാണ് ഭൂമി, മണ്ണിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കിയവൻ. നിങ്ങൾക്കിവിടെ ജീവിക്കുവാൻ യോഗ്യമായ നിലക്ക് ഈ ഭൂമിയെ അവൻ നിവാസയോഗ്യമാക്കി നിങ്ങളെ ഇവിടെ താമസിപ്പിക്കുകയും ചെയ്തു. ഈ ഭൂമിയെ നിങ്ങൾ വികൃതമാക്കുവാൻ പാടില്ല. ഇവിടുത്തെ മണ്ണുകൾ നശിപ്പിക്കുവാൻ പാടില്ല, മലിനപ്പെടുത്തുവാൻ പാടില്ല. റബ്ബ് നിശ്ചയിച്ചു തന്ന ശുദ്ധമായ ഓക്സിജൻ എന്ന് പറയുന്ന വായു അത് മലിനീകരിക്കുവാൻ പാടില്ല. റബ്ബ് നിശ്ചയിച്ചു തന്ന വൃക്ഷങ്ങളെ, സസ്യലതാദികളെ അന്യായമായി മുറിച്ചു നീക്കുവാൻ പാടില്ല. അവൻ നിശ്ചയിച്ചു തന്നിട്ടുള്ള അൻഹാറുകൾ അഥവാ തണ്ണീർത്തടങ്ങൾ, നദീജലങ്ങൾ, അതേപോലെ കടൽ, സമുദ്രം പോലെയുള്ള ഈ ജലസമ്പത്ത് എന്ന് പറയുന്ന വലിയ നിഅമത്ത് അതിനെ മലിനപ്പെടുത്തുവാൻ പാടില്ല. വായുമലിനീകരണവും അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണവും ഈ ലോകത്തെ റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ ഒന്നിനെയും തകരാറിലാക്കുവാൻ പാടില്ല. റബ്ബ് നിശ്ചയിച്ചതാണ് അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. അതിനെതിരെയുണ്ടോ അവൻ ഈ ഭൂമിയിൽ അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുവാൻ വേണ്ടി ഇവിടെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള പ്രകൃതി വിഭവങ്ങളെ നശിപ്പിച്ചുകൊണ്ടോ ഒരു നിലക്കും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുവാൻ പാടില്ല. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. ബഅദ ഇസ്ലാഹിഹാ, അതിലെ നന്മകൾ വരുത്തിയതിന്റെ ശേഷം. അഥവാ റബ്ബിവിടെ ഏർപ്പെടുത്തിയ പ്രകൃതിയുടെ ഓരോ കണക്കുകളുണ്ട്, അവൻ നിശ്ചയിച്ച ചില രീതികളുണ്ട്. ആ രീതികളെയും ആ തത്വങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് മലിനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം, അത് വിശ്വാസത്തിലെ മാലിന്യമാവാം, നമ്മുടെ ജീവിതത്തിലെ മറ്റു മേഖലകളിലെ മാലിന്യങ്ങളാവാം. ഏതും ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ആ മേഖലയിൽ മുന്നോട്ട് പോകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമുക്ക് ജീവിക്കാനാണ് അള്ളാഹു ഇവിടെ ഈ ഭൂമിയിൽ എല്ലാം നിശ്ചയിച്ചു തന്നത്. ആദിമ പിതാവായ ആദം അലൈഹിസ്സലാമും അതുപോലെ തന്നെ ഹവ്വാ റളിയല്ലാഹു അൻഹയും ഭൂമിയിലേക്ക് ഇറങ്ങുന്ന വേളയിൽ റബ്ബ് അവരോട് പറഞ്ഞതാണത്. വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. നിങ്ങൾക്ക് ഭൂമിയിലാണ് താവളം, ജീവിക്കേണ്ടത് അവിടെയാണ്. വമതാഉൻ ഇലാ ഹീൻ, നിങ്ങൾക്ക് ഒരു പരിധിവരെ, ഒരു കാലഘട്ടത്തിന്റെ അഥവാ നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു ഘട്ടം വരെ ജീവിക്കുവാനുള്ള വിഭവങ്ങളും ഈ ഭൂമിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഭൂമിയെ നശിപ്പിക്കുവാനോ ഭൂമിയിലെ വിഭവങ്ങളെ നശിപ്പിക്കുവാനോ ഇവിടെയുള്ള സംവിധാനങ്ങളെ തകരാറിലാക്കുവാനോ ചെയ്യുവാൻ പാടില്ല. അതൊക്കെ ചെയ്താൽ
അതിന്റെ തന്നെ നാശങ്ങൾ മനുഷ്യർ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. കരയിലും കടലിലുമൊക്കെ നാശം വ്യാപകമായിട്ടുള്ളത് ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ച ചെയ്തികൾ കൊണ്ട് തന്നെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന മഴയില്ലാതെയാകുന്നുവെങ്കിൽ നമ്മുടെ കരങ്ങൾക്കും നമ്മുടേതായ പ്രവൃത്തി ദോഷങ്ങൾക്കും നമ്മുടേതായ പാപക്കറകൾക്കും അതിൽ പങ്കുണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയുടെ സുസ്ഥിരതയും അതിൻ്റെ സന്തുലിതാവസ്ഥയും അതിൻ്റെ പാരിസ്ഥിതികമായ വൃത്തിയും അതിൻ്റെ ശുദ്ധിയും അതിൻ്റെ കൃത്യമായ നിലക്കുള്ള അളവില്ലവയുടെ ആ സൂക്ഷ്മമായ പരിപാലനവും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ കൂടി കടമയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്റെ ഒരുപാട് അധ്യാപനങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആനിന്റെ പല ആയത്തുകളുടെയും വ്യാഖ്യാനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ കടമകളും നിർവഹിക്കേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയാണ് എന്നോർമ്മപ്പെടുത്തുന്നു. റഹ്മാനായ റബ്ബ് കടമകൾ പാലിച്ചുകൊണ്ട് ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും എല്ലാ പാപങ്ങളും പുറത്തു തന്നുകൊണ്ട് ശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കടമ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിനെ സൃഷ്ടിച്ച, നമ്മെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ച അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഒന്നാമത്തെ ഷാക്കിർ എന്ന് പറയുന്ന അഥവാ നന്ദിയുള്ളവരാവുക എന്നുള്ളതിന്റെ പ്രഥമപടി ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിനെ മാത്രം ആരാധിക്കലും അവനിൽ യാതൊന്നിനെയും ഒരു നിലക്ക് പങ്കു ചേർക്കാതെ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കടമ, ഈ ഭൂമിയെ നിവാസയോഗ്യമാക്കി തന്ന റഹ്മാനായ റബ്ബ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള ഒരു വിഭവങ്ങളെയും നമ്മളായിട്ട് തകർക്കുകയോ മലിനപ്പെടുത്തുകയോ ചെയ്യുവാൻ പാടില്ല എന്നുള്ളതുമാണ്. ഈ രണ്ട് മേഖലയിലും ആരെങ്കിലും നാശത്തിന് മുതിരുന്നുവെങ്കിൽ അവരുടെ കൈപിടിക്കുവാനും അവർക്കെതിരെ സംസാരിക്കുവാനും അവർക്കെതിരെ കൃത്യമായ നിലക്ക് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും നമുക്കെല്ലാവർക്കും കടമയുണ്ട്. വിശ്വാസത്തിൽ മാലിന്യം കലർത്തുന്നവരാണെങ്കിലും സംസ്കാരത്തെ മലിനപ്പെടുത്തുന്നവരാണെങ്കിലും ഭൂവിഭവങ്ങളെ മലിനപ്പെടുത്തുന്നവരാണെങ്കിലും അവരുടെയൊക്കെ കൈക്ക് പിടിക്കുവാൻ സന്നദ്ധമാവാതെ തോന്നുന്നവരൊക്കെ തോന്നിയതുപോലെ ചെയ്തോട്ടെ എന്ന് പറയാൻ നിന്നാൽ ലോകം നശിക്കുകയായിരിക്കും ഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ഉപമിച്ചത് ഒരു കപ്പലിലെ സഞ്ചാരികളോടാണ്. ഒരു കപ്പലിൽ ഒരു കൂട്ടം ആളുകൾ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്യുമ്പോൾ കപ്പലിന് രണ്ട് തട്ടുകളുണ്ട്, മുകളിലെ തട്ടും താഴെ തട്ടും. താഴെ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ, അവരുടെ ശുചീകരണത്തിനും മറ്റുമൊക്കെ വെള്ളം ലഭിക്കണമെങ്കിൽ അവർ മുകളിലേക്ക് കയറണം. അങ്ങനെ മുകളിലേക്ക് കയറുവാൻ വേണ്ടി അവർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ അവർ ചിന്തിക്കുകയാണ്, നമുക്കിങ്ങനെ മുകളിലേക്ക് കയറി അവിടെ നിന്ന് വെള്ളം ശേഖരിക്കുവാൻ കുറച്ച് പ്രയാസമല്ലേ, അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായ ജലം കിട്ടുവാൻ വേണ്ടി നമുക്ക് ഇവിടെ തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കാം. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അടിത്തട്ടിൽ നിന്ന് അവർക്ക് വെള്ളമെടുക്കാൻ വേണ്ടി കപ്പലിന് തുളയുണ്ടാക്കാൻ മുതിരുകയാണ്. ഇതിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് വിഷമങ്ങളും പ്രയാസങ്ങളും നാശങ്ങളും ഉണ്ടാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഉപമിച്ചത്. അവരുടെ കൈക്ക് പിടിച്ചാൽ ആ കപ്പലിലെ എല്ലാവരും രക്ഷപ്പെടും. അതല്ല, താഴെ തട്ടിലുള്ളവർ തോന്നിയതുപോലെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് കപ്പലിലുള്ളവർ മൗനം പാലിച്ചാൽ ആ കപ്പൽ മുങ്ങുകയും എല്ലാവരും മുങ്ങിച്ചാവുകയായിരിക്കും, നാശമായിരിക്കും. ഇതിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്. ചിന്തിക്കുന്നവരോട് അധികം വിശദീകരിക്കേണ്ടതില്ല. നശിപ്പിക്കുവാൻ, വിശ്വാസത്തെ തകർക്കാൻ, ആചാരങ്ങളെ തകർക്കാൻ, സംസ്കാരങ്ങളെ തകർക്കാൻ, ഭൂവിഭവങ്ങളെ നശിപ്പിക്കാൻ ആരെങ്കിലും മുതിരുന്നുവെങ്കിൽ
അവരുടെ കൈ പിടിക്കുവാൻ സന്നദ്ധരാവാത്തിടത്തോളം കാലം ഈ ലോകം തകരാറിലാവുകയും നശിക്കുകയുമായിരിക്കും ചെയ്യുക എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അതേപോലെ നമ്മുടെ സംസ്കാരങ്ങളെയും നാം കാത്തു സൂക്ഷിക്കുകയും ഇസ്ലാമികമായ നിയമാവലികളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.